നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, വലിയ വിമർശനങ്ങൾ CPM-ന്റെ പരാജയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരെ ഒക്കെ കേരളമൊട്ടാകെ ഇപ്പോൾ ഉയരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇപ്പോൾ പാറശാലയിലെ ഏരിയ കമ്മിറ്റി പിണറായി വിജയനോട് രാജിവെച്ച് പോകണമെന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് വേറൊരു പാറശാല മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും പത്തനംതിട്ടയിലും ഒക്കെ വളരെ ശക്തമായിട്ട് പിണറായി രാജിവെച്ചിട്ട് ധർമ്മടത്ത് KK ശൈലജയെ മത്സരിപ്പിക്കണമെന്ന് വരെ പറയുന്നു. അതെ, അത് സത്യത്തിൽ നല്ലൊരു തീരുമാനമാണ് കേട്ടോ. ഒരുപക്ഷെ കുറച്ചുകൂടി ഇവർക്ക് ഗുണമുണ്ടാക്കാൻ പോകുന്ന CPM-ന് ഗുണമുണ്ടാകുന്ന ഒരു തീരുമാനമായിരിക്കും അങ്ങനെ ചെയ്താലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേറൊരു വ്യത്യസ്തമായ പരാജയ കാരണം നിയമമണ്ഡലത്തിൽ നിന്ന് വരുന്നു. നിയമമണ്ഡലത്തിൽ BJP-യിൽ നിന്ന് പണം വാങ്ങി ഏരിയ സെക്രട്ടറിയോ ഏരിയ കമ്മിറ്റി പണം വാങ്ങി വോട്ട് മറിച്ചു എന്ന ആരോപണമാണ് ഇവിടെ പറയപ്പെടുന്നത്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? യാഥാർത്ഥ്യവുമായി ബന്ധമുള്ള കാര്യമാണോ? യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുമ്പോൾ അതിലൊരു യാഥാർത്ഥ്യം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ്. കാരണം നിയമത്തിൽ ഇപ്പോൾ വോട്ട് മറിച്ചിട്ട് BJP-ക്ക് ജയിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രശാന്തിൻ്റെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പ്രശാന്തിൻ്റെ ഒരു വിലയിരുത്തൽ അല്ല, എനിക്ക് മനസ്സിലാകുന്നത് ഈ പരാജയ കാരണം CPM-നുള്ളിൽ വിഭാഗീയത വളരെ രൂക്ഷമാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഒരു പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു കമ്മിറ്റിയെ, ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏരിയ കമ്മിറ്റിക്ക് ഉണ്ടല്ലോ. ഏരിയ കമ്മിറ്റിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പോൾ അതിലെ പ്രമുഖരായ നേതാക്കളെ താറടിച്ച് കാണിക്കുവാൻ ഇപ്പോൾ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചാൽ അത് ഓടും. അതിന് അവിടെ ഒരു സ്റ്റാൻഡിങ് ഉണ്ട്. കാരണം BJP-ക്കെതിരെയാണെന്നുള്ള അല്ല, BJP-ക്ക് എതിരെയാണെന്നുള്ളതല്ല, അവിടെ BJP-യെ ചാരി അല്ലെങ്കിൽ BJP എന്ന വടിയെ ഉപയോഗിച്ച് ഈ നേതൃത്വത്തെ അടിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. അതവിടെ നിൽക്കട്ടെ. നമുക്ക് അതിനു മുമ്പ് ഈ ഉന്നയിച്ച ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. നോക്കൂ, രാജഗോപാൽ മത്സരിച്ച്, ഞാൻ കണക്കുകളിലേക്കൊന്നും പോകണില്ല. ഈ കണക്കുകൾ പറയുന്നതിൽ വലിയ കഴമ്പൊന്നുമില്ല. കാരണം വോട്ട് SIR ഒക്കെ നടപ്പാക്കിയതിന് ശേഷമാണിപ്പോൾ പുതിയ വോട്ടർ പട്ടിക അനുസരിച്ചാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. SIR നടപ്പാക്കിയപ്പോൾ വോട്ട് പോയി എന്ന് നമ്മൾ വാദിക്കുമ്പോൾ നമ്മൾ കാണേണ്ട മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട്. വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ SIR-ലെ വരുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? കാലങ്ങളായിട്ട് കള്ളവോട്ട് ചെയ്യാൻ ഏറ്റവും മിടുക്ക് കേരളത്തിൽ ആർക്കാ? CPM-ന്. അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ല. കണ്ണൂരൊക്കെ ചില ആൾക്കാർ, അതായത് ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ 10-15 വർഷമായി, പിന്നെ ഭർത്താവ് തെരഞ്ഞെടുപ്പ് ദിവസം വന്ന് വോട്ട് ചെയ്തിട്ട് പോയി. അപ്പോൾ അവര് പറയുകയാണ്, എന്നാലും ഒന്ന് കാണാതെ കളഞ്ഞല്ലോ, ഒരു വട്ടം ഒന്ന് വന്ന് കണ്ടിട്ട് പോയിരുന്നെങ്കിൽ എന്ന്. എൻ്റെ ഒരു സഹോദരി, അതായത് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകൻ്റെ ഭാര്യ ജോലി ചെയ്യുന്ന കണ്ണൂർ ഒരു കോളേജ് ദേവിക ചേച്ചി ആദ്യമായിട്ട് ഇവിടുന്ന് തിരുവല്ലക്കാരിയാണ്, കല്യാണം കഴിച്ച് അവിടെ ജോലിയായി, അവിടെ ഒരു കോളേജ് ജോലിയായി പോയതാണ്. അപ്പോൾ ആ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് സത്യം പറഞ്ഞാൽ എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. ഞാൻ ചോദിച്ചാൽ അതെന്താണ്? ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഇരുന്ന നമ്മളല്ലാതായി മാറും. അതായത് അവിടെ നിന്ന് തന്നെ, അതായത് വോട്ട് ചെയ്ത് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് മഷി തുടച്ച ശേഷം രണ്ടാമത് വോട്ട് ചെയ്യാൻ വരും. അവിടെ മിണ്ടാൻ കഴിയില്ല അധ്യാപകർക്കൊന്നും. പ്രിസൈഡിങ് ഓഫീസർക്ക് മിണ്ടാതെ നോക്കിയിരിക്കാനേ കഴിയുള്ളൂ. കാരണം പാർട്ടി ഗ്രാമങ്ങളാണ്, അവിടുന്ന് ജീവനോടെ പോരില്ല. അപ്പോൾ അതുകൊണ്ട് പേടിച്ച് ഇവരൊക്കെ നോക്കൂത്തിയായി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി, എനിക്കിത് കാണാൻ വയ്യ, എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നടക്കുന്ന ഒരു സ്ഥലം തന്നെ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എത്ര ഗൗരവകരമായി കള്ളവോട്ട് നടന്നിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ BJP ജയിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കള്ളവോട്ടാണെന്നും വോട്ട് ചോരിയാണെന്നും. സത്യത്തിൽ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് CPM, കേരളത്തിലെ ഇടതുപക്ഷമാണ്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ SIR നടപ്പാക്കിയതിന് ശേഷമുള്ളതാണ് അങ്ങനത്തെ കുറേ വോട്ടുകൾ നീക്കം ചെയ്യപ്പെടേണ്ട അസാധുവായ വോട്ടുകളെല്ലാം നീക്കം ചെയ്യപ്പെട്ടു, പുതിയ വോട്ടുകൾ ചേർത്തിട്ടുമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ രാജഗോപാൽ മത്സരിച്ചപ്പോൾ BJP ജയിച്ചതാണ്. 11-ൽ രാജഗോപാൽ വിജയത്തിനോട് എത്തിയതാണ്. വാസ്തവം പറഞ്ഞാൽ ഈ ഇങ്ങോട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എണ്ണി വന്നപ്പോൾ, പ്രത്യേകിച്ചും അമ്പലത്തറ, ആറ്റുകാൽ വരെ അദ്ദേഹം ലീഡ് ചെയ്തതാണ്, ആറ്റുകാൽ വാർഡ് വരെ. അത് കഴിഞ്ഞ് അമ്പലത്തറ, പൂന്തുറയൊക്കെ എണ്ണിയപ്പോഴാണ് ഇദ്ദേഹം പുറകിലേക്ക് പോയത്. രാജേട്ടൻ പുറകിലേക്ക് പോയത്, ശിവൻകുട്ടി ജയിച്ചു. അത് മുസ്ലിം വോട്ടാണ് അന്ന് അദ്ദേഹത്തെ ജയിപ്പിച്ചത്. പിന്നീട് 16-ൽ കോൺഗ്രസിന് വീണോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും. 16-ൽ ഇതിനെല്ലാം കവച്ചു വെക്കുന്ന ഒരു വോട്ടിംഗ് ആണ് ഇപ്പുറത്തെ ഈ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്തു നിന്നുണ്ടായതും. മറ്റേ വോട്ട് കൃത്യമായിട്ട് ശിവൻകുട്ടിക്ക് ലഭിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് അമ്പേ തകർന്നു പോയി. എന്നിട്ടും അവിടെ BJP ജയിച്ചു. കാരണം
അതുപോലൊരു മാരകമായ വോട്ടിംഗ് ആണ് അവിടെ സംഭവിച്ചത്. ഹിന്ദു കൺസോൾട്ടേഷൻ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഈ നിയമം നമ്മൾ കേട്ടിട്ടില്ലേ, നിയമം ഗുജറാത്താണ്, ഗുജറാത്തിന്റെ മാതൃകയിൽ BJP നടത്തിയ പരീക്ഷണമാണ് എന്നൊക്കെയുള്ള ആക്ഷേപം ഇടതുപക്ഷം ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു. ഒരുപാട് ഇടതുപക്ഷത്തിന്റെ ബുദ്ധിജീവികൾ അലക്കിയതാണ്. ശരിയാണ്, അത് ശരിയാണെന്നേ. ഈ കാരണം എന്താണെന്ന് വെച്ചാൽ 2011 ഇങ്ങനെ രാഷ്ട്രീയം നോക്കാതെ മതം നോക്കി കൃത്യമായിട്ട് BJP ജയിക്കരുത് എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആൾക്കാർ അതുവരെ ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്യാത്തവരാണ്, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്തവരാണ്. അവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തപ്പോൾ ആ മണ്ഡലത്തിലെ നിഷ്പക്ഷരായ കുറേ മനുഷ്യർക്ക്, അതിലെല്ലാവരും കാണും, ഹിന്ദുക്കൾ കാണും, മുസ്ലിങ്ങൾ കാണും, ക്രിസ്ത്യാനികൾ കാണും. പക്ഷെ അവർക്ക് അത് നൊന്തു. അവരതുകൊണ്ടാണ് 2016 ആ ഒരു സഹതാപം കൂടി വെച്ചുകൊണ്ട് O രാജഗോപാലിന് വോട്ട് ചെയ്യുകയും അദ്ദേഹം ജയിക്കുകയും ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് വന്നാൽ നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ അവിടെ ആർക്കാണ് മുന്നേറ്റം ഉണ്ടായത്? BJPക്കാണ് മുന്നേറ്റം. BJP ഏതാണ്ട് 22,000-നടുത്ത് വോട്ടുകളുടെ ലീഡ് നേടിയ ഒരു മണ്ഡലമാണ് പാർലമെന്റിൽ. നിയമം തദ്ദേശത്തിലും 17 വാർഡാണ് ജയിച്ചത്. ആ ഒരു വാർഡിൽ പൈസ കൊടുത്ത് പണം കൊടുത്ത് BJP CPM-ന്റെ വോട്ട് വാങ്ങി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളുടെ ഒരാൾ, ഏറ്റവും ഒരു അതായത് വളരെ ഒരു എന്താണ് സിനിമയിലെ പോലെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ്. അല്ല, രാജീവ് ചന്ദ്രശേഖർ മോശക്കാരനായ സ്ഥാനാർത്ഥി അല്ല. അതാ പറഞ്ഞു, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അല്ല, അതിന് തർക്കമില്ല ആ കാര്യത്തിൽ. അവിടെ വന്ന് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ നെക്ക് ടു നെക്ക് ഫൈറ്റ് നടന്നു. എല്ലാവരും അവിടെ ശ്രദ്ധയോടെ നോക്കിയിരുന്നത് കോൺഗ്രസ് എത്ര വോട്ട് പിടിക്കുമെന്നുള്ളതായിരുന്നു. തീർച്ചയായും ഈ കോൺഗ്രസ് വോട്ട് പിടിച്ചാൽ അത് തീർച്ചയായിട്ടും BJPക്ക് ദോഷം ചെയ്തതിന്. അതേസമയം ഇടതുപക്ഷത്തിന് അത് ഗുണം ചെയ്യും. ഈ പറഞ്ഞതുപോലെ തീരദേശം വരുന്ന പൂന്തറ അടക്കമുള്ള സ്ഥലത്തെ മുസ്ലിം വോട്ട് കൃത്യമായിട്ട് ഇടതുപക്ഷത്തിനെ കിട്ടുള്ളൂ, അത് കോൺഗ്രസിലേക്ക് പോകില്ല. ഇക്കുറിയും അത് കോൺഗ്രസിൽ പോയിട്ടില്ല, അത് ഇടതുപക്ഷത്തിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇടതുപക്ഷം തോറ്റു, BJP ജയിച്ചു. കാരണം BJPക്ക് എതിരെ BJPക്ക് ലഭിക്കേണ്ട കുറെ വോട്ടുകൾ BJPക്കെതിരായിട്ട് കോൺഗ്രസിലേക്ക് പോയതാണ് 2021 കുമ്മനം രാജശേഖരൻ എന്ന BJP നേതാവ് തോക്കാൻ കാരണം. ഇക്കുറി അത് സംഭവിച്ചില്ല. അന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന സാക്ഷാൽ K മുരളീധരൻ അന്ന് 36,000-ൽ പരം വോട്ട് പിടിച്ചു. ഇന്നോ ശബരിനാഥ് 29,000-30,000-ന് താഴെ വോട്ടാണ് പിടിച്ചിരിക്കുന്നത്. അതാണ് അവിടുത്തെ വിഷയം. അതായത് കോൺഗ്രസിന് CPM വിരുദ്ധ വോട്ട്, അത് ഐദർ കോൺഗ്രസ് ഓർ BJP അങ്ങനെ പോവുള്ളൂ. അത് ഇത്തവണ BJPക്ക് കിട്ടി, അത് കോൺഗ്രസിലേക്ക് പോയില്ല. നേമത്തത് BJPക്ക് കിട്ടി. അതാണ് BJPയുടെ വിജയത്തിന് കാരണം. CPM ഈ ചർച്ച ഇങ്ങനെ നടത്തുന്നത് സത്യത്തിൽ ഈ ചർച്ച നടത്തുമ്പോൾ ഇത് യാഥാർത്ഥ്യമായ ഒരു ബന്ധമില്ലാത്തതാണെന്ന് മനുഷ്യന് മനസ്സിലാക്കാം. ഏതെങ്കിലും വോട്ടിന്റെ അടിസ്ഥാനത്തിൽ, അതായത് CPM-ന്റെ വോട്ട് BJPക്ക് കിട്ടിയെങ്കിൽ തീർച്ചയായും 3-ാം സ്ഥാനത്താണ് CPM പോവുക. അതാണ് വാസ്തവത്തിൽ അങ്ങനെ CPM-ന്റെ വോട്ട് BJPക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ്. തീർച്ചയായിട്ടും വളരെ ഇടക്കാലത്ത് രാജീവ് ചന്ദ്രശേഖർ ചെറിയൊരു വോട്ടിന് പുറകിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ BJPക്കാരൊന്ന് ഭയന്നു. പക്ഷെ എണ്ണാനുള്ള ബൂത്തുകളും അറിയാമായിരുന്നത് കൊണ്ട് എല്ലാവരും സമാധാനത്തിയിരുന്നു. ഈ പറഞ്ഞതുപോലെ ഈ തീരദേശമൊക്കെ എണ്ണി വന്നപ്പോഴാണ് BJPക്ക് അവിടെ ഒരു ഇടർച്ചയുണ്ട്. കാരണം BJPക്ക് അവിടെ വോട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് സാധാരണ നിലയ്ക്ക് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അത് സമ്പൂർണ്ണമായിട്ടും ആ വോട്ടുകൾ ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. BJPയെ തോപ്പിക്കാൻ ഇടതുപക്ഷത്തിനെ കഴിയുള്ളൂ നിയമത്ത്. അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടു. ഞാൻ വിചാരിക്കുന്നത് ഈ തീരദേശത്തെ വോട്ടുകൾ CPM-ലേക്ക് പോകുന്നു പറഞ്ഞപ്പോൾ തീരദേശത്തേക്ക് അടുക്കാൻ ചെല്ലാതിരുന്ന ഒരു കാലഘട്ടം പിണറായി വിജയനുണ്ട്. അവിടെ ഇറങ്ങാൻ സമ്മതിച്ചില്ല. പക്ഷെ നിർമ്മല സീതാരാമൻ അവിടെ ചെല്ലാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ എന്നിട്ടും തീരദേശത്തെ ആൾക്കാർ BJPക്ക് വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് അതിന്റെ വൈരുദ്ധ്യം മനസ്സിലായത്. രാഷ്ട്രീയം വരുമ്പോൾ അവർ രാഷ്ട്രീയമല്ല, അത് അവിടെ മതമാണ് കളിക്കുന്നത്. മതമാണ്, രാഷ്ട്രീയമല്ല. രാഷ്ട്രീയമായിരുന്നെങ്കിൽ BJP അവര് സപ്പോർട്ട് ചെയ്തത്. അങ്ങനെയല്ല, അവിടെ മതം അവിടെ ചെലുത്തുന്ന സ്വാധീനമാണ്. അത് മറ്റൊരു വിഷയമാണ്. നമ്മൾ വിശദമായിട്ട് ആഴത്തിൽ പരിശോധിക്കേണ്ട, പഠിക്കേണ്ട, ഗവേഷണം നടത്തേണ്ട ഒരു മന്ത്രിസ്ഥാനത്തിന് പോയപ്പോ കിട്ടിയല്ലോ. അത് മാത്രമല്ല, വേറെ ഒരു വിഷയം കിട്ടി. ഇപ്പോ മറ്റേ മുനമ്പം വഖഫിന്റെ പോർട്ടലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കളയാം. അത് നമുക്കത് വേറൊരു വിഷയമായിട്ട് സംസാരിക്കാം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്
ഈ പറഞ്ഞതുപോലെ ഈ പൂന്തറ വാർഡിൽ മുസ്ലിം വോട്ട് എടുത്തു തന്നെ പറയാം, മുസ്ലിം വോട്ട് ഇടതുപക്ഷത്തിന് തന്നെയാണ് കിട്ടിയത്. അത് പറഞ്ഞതുപോലെ കോൺഗ്രസിന് പോയിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് കൂടിയാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. കോൺഗ്രസ് ആകട്ടെ ഈ മുരളീധരൻ പിടിച്ച അത്രയും വോട്ടിലേക്ക് എത്തിയില്ല. അവിടെ ആ വോട്ട് കുറഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇടതുപക്ഷ വിരുദ്ധ വോട്ടാണ്. അത് ഒന്നുകിൽ കോൺഗ്രസിന് പോവും അല്ലെങ്കിൽ BJP കിട്ടും. അത് BJP കിട്ടി. ഇതാണ് BJP ജയിക്കാനുള്ള അടിസ്ഥാന കാരണം. അപ്പൊ അവിടെ സത്യം പറഞ്ഞാൽ അവിടുത്തെ ഗ്രൂപ്പ് അല്ലല്ല, അവിടെ ഈ ആരോപണം ഉന്നയിക്കേണ്ടത് കോൺഗ്രസ്സുകാരാണ്. കാരണം കോൺഗ്രസ്സുകാർ ഇത് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ യുക്തി അതിനകത്തുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പണം കൊടുത്ത് അല്ലെങ്കിൽ BJP പണം കൊടുത്ത് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങി എന്ന് പറയാം. അങ്ങനെ പറയില്ല. എന്താ കാരണം എന്നറിയാമോ? കോൺഗ്രസിന് അങ്ങനെ ഒരു കേഡർ സ്വഭാവം ഇല്ല. കോൺഗ്രസിന്റെ അടുത്ത് വിളിച്ച് പിന്നെ 10 പ്രവർത്തകരുടെ അടുത്ത് വിളിച്ച് നിങ്ങൾ ഇവിടുത്തെ വോട്ട് മറിക്കണമെന്ന് പറഞ്ഞാൽ അവര് പറയും പോയി പണിയൊക്കെ പറയും. കാരണം എന്റെ വീട്ടിലെ വോട്ട് ഞാൻ പറഞ്ഞാൽ ചെയ്യില്ല. അതാണ് കോൺഗ്രസ് എപ്പോഴും ഒരു ആൾക്കൂട്ടമാണ്. അവർക്ക് അങ്ങനത്തെ കേഡർ സ്വഭാവമില്ല. അങ്ങനത്തെ ഈ എന്താ പറയാ വരിഞ്ഞു മുറുക്കി കടിഞ്ഞാണിട്ട് പിടിച്ചിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഒരു ഇച്ചിരി ജനാധിപത്യ സ്വഭാവമുള്ള ഒരു പാർട്ടി കോൺഗ്രസ്സാണ്. CPM ഒന്നും അല്ല. BJP അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. BJPക്കും കേഡർ സ്വഭാവം. BJPക്ക് വേണമെങ്കിൽ വോട്ട് മറിക്കാം. BJP മറിച്ചാൽ ഈ കാര്യം കൃത്യമായിട്ട് മറിയും. CPM മറിച്ചാലും മറിയും. ഈ രണ്ട് കൂട്ടർക്കും സാധിക്കും. പക്ഷെ കോൺഗ്രസിന് അത് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവര് കോൺഗ്രസ്സുകാർ ഒന്ന് ഉഴപ്പിക്കാണും. കാരണം അല്ല, കോൺഗ്രസ്സുകാരുടെ ഒരു വിചാരം നിയമത്തിൽ ഞാൻ മനസ്സിലാക്കിയത് പറയാം, നമ്മൾ എന്തായാലും ഇവിടെ ജയിക്കില്ല. ഒരു CPM-കാരനെ കൂടെ ജയിപ്പിച്ച് നിയമസഭയിൽ എന്തിനെത്തിക്കണം? തോക്കട്ടെന്നേ. BJP ജയിച്ചാലും BJP ഈ ഒരു സീറ്റിലല്ലേ ജയിക്കൂ, വേറെ ഒരു സീറ്റിലും ജയിക്കില്ലല്ലോ BJP. എന്നാ പിന്നെ രാജീവ് ചന്ദ്രശേഖരല്ലേ, അയാൾ അവിടെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടങ്ങ് പൊക്കോളും. ഇതായിരുന്നു കോൺഗ്രസ്സുകാരുടെ കണക്കൂട്ടൽ നിയമത്തെ. ഇതാണ് നിയമത്ത് സംഭവിച്ചത്. അവിടെ വളരെ കൃത്യമായിട്ട് BJP സംഘപരിവാറിന്റെ വോട്ടുകൾ കൃത്യമായിട്ട് BJP പിടിച്ചു. ഒപ്പം BJPക്ക് കിട്ടാൻ സാധ്യതയുള്ള നിഷ്പക്ഷ വോട്ടുകളെല്ലാം BJP പിടിച്ചു. ഇടതുപക്ഷം അവരുടെ വോട്ടുകളും പിടിച്ചു. നോക്കൂ, 2ാം സ്ഥാനത്ത് വന്ന ഇടതുപക്ഷവും BJP ആയിട്ട് കേവലം 3000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഇവരെന്ത് മറിച്ചു എന്നാണ് പറയുന്നത്. അതേസമയം മറ്റിടത്ത് BJP ആയിട്ട് ഏതാണ്ട് 30,000 ഉള്ളൂ. ഇവിടെ 50,000-ന് പുറത്ത് വോട്ടുണ്ട് BJPക്കും പിന്നെ LDF-നും കിട്ടി അല്ലേ? അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഇത് ഏരിയ കമ്മിറ്റിയിൽ ആരെയോ അടിക്കാൻ ഉപയോഗിച്ച വടിയാണ്. അതിപ്പോ രാജീവ് ചന്ദ്രശേഖരനെയും BJP-യെയും ചാരി അടിക്കുന്നതേ ഉള്ളൂ. അതിനകത്ത് വലിയ കഴമ്പൊന്നുമില്ല. അങ്ങനെ നിയമമണ്ഡലത്തിൽ മാത്രം BJP പണം കൊടുത്തു. BJP അവിടെ പണം ഇറക്കി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും പണം ഇറക്കി വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രവർത്തകരെ ഉപയോഗിച്ചിട്ടുണ്ട്, ഫ്ലക്സുകൾ വെച്ചിട്ടുണ്ട്, ചുവരെഴുത്തുകൾ ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ വർക്ക് ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പണം വേണം. ഇതൊന്നും ചുമ്മാ നടക്കുന്ന കാര്യമൊന്നുമല്ല. പണം കൊടുത്താലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അതെല്ലാം BJP മാത്രമല്ല, CPM-ഉം കോൺഗ്രസും പണം ചെലവ് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ. അത് ഈ പറയുന്ന ഒട്ടും ആരും പിന്നിലല്ലായിരുന്നു. CPM-ന് പൈസ ഇല്ലെന്നാ പറയുന്നത്. പക്ഷെ ഒട്ടും പിന്നിലല്ലായിരുന്നു. എന്ത് പൈസ ഇല്ല? 10 വർഷത്തെ ഭരണം നടത്തിയ ഉണ്ടാക്കിയ പൈസ മുഴുവൻ നന്നായിട്ട് വിനിയോഗിച്ചു. അതേസമയം കോൺഗ്രസിനാണ് ഇച്ചിരി തട്ടുകേട് ഉണ്ടായിരുന്നത്. പക്ഷെ അതും ഇപ്രാവശ്യം ഇത്തവണ KC വേണുഗോപാൽ കർണാടകയിൽ തെലങ്കാനയിൽ കൃത്യമായി ഫണ്ടുകൾ വന്നു. അവർ കൃത്യമായിട്ട് ഇത് ചെയ്തു. അതൊക്കെ നടന്നു. ഇപ്രാവശ്യം ഏറ്റവും വൃത്തിയും ഭംഗിയുമായി തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മുഖ്യമന്ത്രി പദത്തിനും വലിയ അടിയോ ബഹളമോ ഒന്നുമില്ലായിരുന്നു. പ്രചാരണ സമയത്ത് സംഘർഷങ്ങളില്ലായിരുന്നു. ഇത് കഴിഞ്ഞും ഇലക്ഷൻ കഴിഞ്ഞും സംഘടനാപരമായി പ്രശ്നമില്ല. നേതാക്കന്മാർ തമ്മിലുള്ള അടിപിടി അല്ലാതെ എവിടെയെങ്കിലും പണം മറിച്ചെന്നോ ആരെങ്കിലും പണം കട്ടെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇലക്ഷന് പ്രവർത്തിച്ചില്ലെന്നോ. നിയമത്തിൽ CPM-ൽ അത് ഉയരുന്നെങ്കിൽ അത് CPM-ന്റെ പ്രാദേശിക വിഭാഗീയതയാണ്. കാരണം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് അതിന് മറുപടി പറയേണ്ടത്. തീർച്ചയായിട്ടും ഇപ്പൊ പിണറായി വിജയനെതിരെ ഉയരുന്ന ആക്ഷേപവും ആരോപണവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം, പരാതികളൊക്കെ. കാരണം തോൽവിയുടെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഏറ്റെടുക്കേണ്ടത് 2021-ൽ ജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ക്യാപ്റ്റനായിട്ട് നിന്നത്. അപ്പൊ പിന്നെ പരാജയത്തിന്റെ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ക്യാപ്റ്റൻ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. ഈ ടൈറ്റാനിക് സിനിമ കണ്ടാൽ മനസ്സിലാവും. അതിൽ ആ കപ്പലിന്റെ ക്യാപ്റ്റൻ പിന്നെ രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് അവസരമുണ്ട്. പക്ഷെ അദ്ദേഹം നിന്നില്ല. അദ്ദേഹം ഇതിന്റെ റൂമിൽ പോയി നിന്ന് ഇത് നിയന്ത്രിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്വയം മരണം വരിക്കുകയായിരുന്നു. അപ്പോൾ വാസ്തവത്തിൽ ക്യാപ്റ്റന് ഈ കപ്പൽ മുങ്ങിയാൽ ഉത്തരവാദിത്വം ക്യാപ്റ്റനാണ്. ഈ കപ്പൽ LDF എന്ന കപ്പൽ മുങ്ങിയതിന്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും കപ്പിത്താൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കപ്പിത്താനാണ് കപ്പൽ മുങ്ങിയത്. കപ്പിത്താന് തന്നെയാണ് ഉത്തരവാദിത്വം. അതുകൊണ്ട് ഇവിടെയും
അതിനെക്കുറിച്ച് CPM-നുള്ളിൽ ചർച്ച നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ BJP പണം വാങ്ങിച്ചു, BJP-യുടെ പണം വാങ്ങിച്ചു, CPM-കാർ വോട്ട് മറിച്ചു. ഒന്നാമത്തെ കാര്യം ശ്രീല, ഇത്തവണ ഡു ഓർ ഡൈ സിറ്റുവേഷൻ. ഓരോ സീറ്റും അത്യന്തം നിർണായകമായിരുന്നു. അവിടെ അവര് എന്തായാലും മത്സരം നടക്കുന്നത് CPM-ഉം BJP-യും. അവിടെ CPM-കാര് BJP-യുടെ കാശ് വാങ്ങിച്ചു വോട്ട് മറിച്ചു എന്ന് പറഞ്ഞാൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അത്തരം ഇതൊക്കെ ബാലിശമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ്. അതിനൊന്നും യാതൊരു യുക്തിയും ഞാൻ കാണുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ പ്രാദേശികമായ വിഭാഗീയതയുടെ ഫലമാണ് ഇപ്പോഴും ഉയരുന്ന ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളും. അല്ലാതെ BJP-യെ ചാരി നിങ്ങൾക്ക് അടിക്കണമെങ്കിൽ നേരിട്ടടിക്കാം. നിങ്ങൾ BJP-യെ ചാരി അടിക്കാൻ പോകുന്നതിൽ അതിനകത്ത് യാതൊരു രാഷ്ട്രീയ മര്യാദയും ഇല്ല.